യേശുവേ സ്തോത്രം 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 സ്തോത്രം. ഹല്ലേലൂയ ഹല്ലേലൂയ. ദൈവത്തിന് മഹത്വം ദൈവത്തിന് മഹത്വം. നന്ദിയുടെ ദൈവത്തെ സ്തുതിക്കുന്നു. സ്തോത്രം സ്തോത്രം. ഹല്ലേലൂയ. രാജാതിരാജവേ ഞങ്ങൾക്ക് സ്തുതിക്കുന്നു. കർത്താതി കർത്താവേ ഞങ്ങൾക്ക് സ്തുതിക്കുന്നു. ഹല്ലേലൂയ ഹല്ലേലൂയ. ഏകനായിരുന്ന മഹാത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്ന ദൈവമേ ഞങ്ങൾക്ക് സ്തുതിക്കുന്നു. സ്തോത്രം സ്തോത്രം സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന്റെ പരിശുദ്ധനാമത്തിന് മഹത്വം ഉണ്ടാക്കട്ടെ. നല്ല പ്രഭാതത്തിനായിട്ട് ദൈവത്തെ സ്തുതിക്കുന്നു. അനുഗ്രഹിക്കപ്പെട്ട ഒരു ദിവസം കൂടെ സ്വർഗത്തിലെ ദൈവം നമ്മുടെ ജീവിതത്തെ ദാനമായി തന്നതിനെ ഓർത്ത് നന്ദി നിറഞ്ഞ ഹൃദയത്തോട് ഞാൻ എൻ്റെ ദൈവത്തെ സ്തുതിക്കുന്നു, ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. ഒരു ദിവസം കൂടെ ലൈവിൽ കടന്നു വന്ന് ദൈവത്തിന്റെ മാറ്റമില്ലാത്ത വചനവുമായിട്ട് പ്രിയ ദൈവം മക്കളുടെ മധ്യത്തിലായിരിപ്പ സർവ്വകൃപാലുവായിരിക്കുന്ന ദൈവം അടിയുടെ ജീവിതത്തിനും ഒരുക്കി തന്ന അവസരത്തിനായിട്ട് ഞാൻ എൻ്റെ ദൈവത്തെ സ്തുതിക്കുന്നു, ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. ലൈവ് വാച്ച് ചെയ്യുന്ന എല്ലാ പ്രിയ ദൈവമക്കളെയും കർത്താവ് യേശുക്രിസ്തുവിന്റെ നിസ്തുല നാമത്തിലുള്ള സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. കഴിഞ്ഞ ദിനരാത്രി നാം ആയിരുന്നിടത്തൊക്കെയും നമ്മെ കാത്തു പരിപാലിച്ച ദൈവത്തിന്റെ കൃപയ്ക്കായ ദൈവത്തെ സ്തുതിക്കാം. കോഴിത്തന്റെ കുഞ്ഞുങ്ങളെ ചിറകിന്റെ മറവിൽ മറയ്ക്കുന്നത് പോലെ ഹല്ലേലൂയ. ദൈവം നമ്മെ മറച്ച് കാത്തു പരിപാലിച്ച അതേ ദൈവത്തിന്റെ കൃപയ്ക്ക്, ദൈവത്തിന്റെ വിശ്വസ്തതയ്ക്കായിട്ട്, ദൈവത്തിന്റെ കരുതനായിട്ട് ദൈവത്തെ സ്തുതിക്കാം. ഒരു ദിവസം ഒരു നിമിഷവും നമ്മുടെ ഭാരങ്ങളെ ചുമന്ന് നമ്മെ വഴി നടത്തുന്ന കർത്താവ് നമ്മുടെ കൂടെ ഇരുന്ന് ജയത്തോടെ നടത്തുന്ന ദൈവത്തിന്റെ കൃപകളെ ഓർത്ത് നന്ദിയോടെ ദൈവത്തെ സ്തുതിക്കാം. ഈ പ്രഭാതത്തിലും സ്വർഗത്തിലെ ദൈവത്തിന്റെ കരം നമ്മുടെ കൂടെയുണ്ട്, നമ്മുടെ ഒറ്റയ്ക്കല്ല. ഹല്ലേലൂയ. നമ്മുടെ ജീവിതയാത്രയിൽ താങ്ങായി തണലായി കൂടെ എപ്പോഴും യേശു കർത്താവ് കൂടെയുണ്ട്. ആ ഒരു ഉറപ്പോടെ ആയിരിക്കുക. യഹോവയുടെ വലം കൈ ഉയർന്നിരിക്കുന്നു, യഹോവയുടെ വലം കൈ വീര്യം പ്രവർത്തിക്കും. അതെ, ദൈവത്തിന്റെ വീര്യ പ്രവർത്തികൾ ഈ പകൽക്കാലം നമ്മുടെ ജീവിതത്തിനകത്ത് വെളിപ്പെടും. നാം അത് അനുഭവിക്കും. ദൈവത്തെ മഹത്വപ്പെടുത്തുവാനായിട്ട് ഇടയായിത്തീരും. അതിനായി ദൈവം നമ്മെ സഹായിക്കട്ടെ. ദൈവവചന ചിന്തയിലേക്ക് കടന്നു വരാം. നാളുകളായി ഭാരപ്പെടുന്ന വിഷയത്തിനകത്ത് ക്ഷണത്തിൽ ദൈവപ്രവൃത്തി വെളിപ്പെടും. ഇന്ന് ഈ ശബ്ദം പ്രഭാതത്തിൽ കേൾക്കുമ്പോൾ നാളുകളായി നിങ്ങൾ ഭാരപ്പെടുന്ന വിഷയങ്ങൾ കാണുമായിരിക്കാം. വർഷങ്ങളായി നിങ്ങൾ ചില വിഷയത്തിനകത്ത് ക്ഷീണിച്ചും തളർന്നും കിടക്കുന്നവരായിരിക്കാം. മുന്നോട്ട് ഇനിയൊരു യാത്രയില്ല, ഇതുകൊണ്ട് എല്ലാം തീരുമെന്ന് പറയുമ്പോൾ ഈ പ്രഭാതത്തിൽ ഞാൻ വിളിച്ചു പറയട്ടെ, ക്ഷണത്തിൽ ചില ദൈവപ്രവർത്തികൾ വെളിപ്പെടും. വർഷം കൂടെ പഴക്കം നിങ്ങൾക്ക് പറയാൻ കാണുമായിരിക്കാം, ചരിത്രങ്ങൾ അതിനകത്ത് കാണുമായിരിക്കാം, നാളുകൾ കാണുമായിരിക്കാം. പക്ഷേ ദൈവിക വിടുതൽ ക്ഷണത്തിൽ നടക്കും. സ്തോത്രം. ദൈവം അവർക്ക് ചെയ്തു കൊടുത്തതിന് ഹിസ്കിയാവും കൂടെയുള്ളവരും സന്തോഷിച്ചോ. കാര്യം ക്ഷണത്തിലല്ലോ നടന്നത്. പ്രിയ ദൈവ പൈതലേ, ഈ പ്രഭാതത്തെ വിശ്വസിക്കുക. ക്ഷണത്തിൽ ചില ദൈവപ്രവൃത്തികൾ വെളിപ്പെടാൻ പോകുക. നിങ്ങളുടെ രോഗത്തിൽ നിന്നുള്ള വിടുതലായിക്കൊള്ളട്ടെ, നിങ്ങളുടെ കടഭാരത്തിൽ നിന്നുള്ള വിടുതലായിക്കൊള്ളട്ടെ, നിങ്ങൾ അലട്ടുന്ന സാമ്പത്തികമായ പ്രതികൂലങ്ങളുടെ അനുഭവങ്ങളാകട്ടെ, മറ്റു പ്രതിസന്ധികളാകട്ടെ, ആത്മീയമായി നിങ്ങൾ അനുഭവിക്കുന്ന ചില വെല്ലുവിളികളായിക്കൊള്ളട്ടെ, ക്ഷണത്തിൽ ചില ദൈവപ്രവൃത്തികൾ, അതിനകത്തു നിന്നുള്ളൊരു വിടുതകൾ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ നിങ്ങളുടെ ജീവിതത്തിനകത്ത് വെളിപ്പെടും. ഹല്ലേലൂയ. ഈ പകൽക്കാലം അങ്ങനെ വിശ്വസിക്കാൻ. സ്തോത്രം. ഹല്ലേലൂയ. ലൂക്കോസ് സുവിശേഷത്തിലേക്ക് കടന്നു വരുമ്പോൾ അതിന്റെ 13-ാം അധ്യായത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നു. 13-ാം വാക്യത്തിൽ ഇപ്രകാരം കാണുന്നു, അവൾ ക്ഷണത്തിൽ നിവർന്നു നിന്നു, ദൈവത്തെ മഹത്വപ്പെടുത്തി. സ്തോത്രം. ക്ഷണത്തിൽ അവിടെ വിടുതൽ നടന്നു, അവൾ ദൈവത്തെ മഹത്വപ്പെടുത്തി നിവർന്നു നിന്നു. അപ്പോൾ അവിടെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്, ആ ക്ഷണത്തിൽ വിടുതൽ നടന്നു എന്ന് പറയുന്നതിന് തൊട്ടു മുമ്പായിട്ട് അവൾ എത്രകാലം ആ രോഗത്താൽ അവൾ നിവർന്നു നിൽക്കുവാൻ കഴിയാതെ, നിവർന്നു നിന്ന് ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ കഴിയാതവണ്ണം അവൾ ഭാരപ്പെട്ടു എന്ന് അവിടെ നമുക്ക് വ്യക്തമായി തിരുവചനത്തിൽ കാണുന്നു. സ്തോത്രം. അവൾ 18 സംവത്സരമായി ഒരു രോഗാത്മാവ് ബാധിച്ചിട്ട് ഒട്ടും നിവരുവാൻ കഴിയാത്ത കുനിയായ ഒരു സ്ത്രീ ഉണ്ടായിരുന്നു എന്ന് തിരുവചനത്തിൽ കാണുവാൻ സാധിക്കും. അപ്പോൾ 18 വർഷമായിട്ട് അവൾക്ക് നിവർന്നു നിൽക്കുവാനോ നിവർന്നു നിന്ന് ദൈവത്തെ മഹത്വപ്പെടുത്തുവാനോ കഴിയാതെ വേണം അവിടെ ജീവിതത്തെ കുനിച്ചു കളഞ്ഞ വിഷയത്തിനകത്ത് പ്രിയ ദൈവമക്കളെ അവിടെ കാണുവാൻ സാധിക്കുന്നു. അവൾ ക്ഷണത്തിൽ നിവർന്നു നിന്നു, ദൈവത്തെ മഹത്വപ്പെടുത്തി. സ്തോത്രം. ഹല്ലേലൂയ. അതെ, അങ്ങനെയെങ്കിൽ ഈ പ്രഭാതത്തിൽ വിശ്വസിക്കുക. സ്തോത്ര. വർഷങ്ങളുടെ പഴക്കമായി നിന്നെ കുനിച്ചു കളഞ്ഞ വിഷയങ്ങൾ കാണുമായിരിക്കാം. നിനക്ക് നിവർന്നു നിന്ന് ഒന്ന് ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ കഴിയാതെ വേണ, അതെ, നിന്റെ മുതുകൾക്ക് ഭാരം വച്ച്, നിനക്ക് വേദനകൾ വച്ച്, നിന്റെ തല ഒന്ന് നിവർത്തി നിൽക്കുവാൻ കഴിയാതെ വേണ, നിന്നെ തലയെ കുനിച്ച വിഷയങ്ങളുടെ അകത്ത് നീ നിവർന്നു നിന്ന് ദൈവത്തെ മഹത്വപ്പെടുത്തത്തക്ക രീതിയെ ക്ഷണത്തിൽ യേശു
യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ നിങ്ങളുടെ ജീവിതത്തിനകത്ത് അങ്ങനെ ഒരു ദൈവപ്രവൃത്തി വെളിപ്പെടാൻ പോകുക. പ്രിയ ദൈവമക്കളെ, പറയാൻ കാണുമായിരിക്കും 18 വർഷമായി, ഇനി ഇത്രയും നമുക്കറിയാം. സ്തോത്രം. ആരംഭത്തിൽ ചില പ്രശ്നങ്ങൾ കടന്നു വന്ന ആരംഭത്തിലൊക്കെ നാം ചിന്തിക്കും ഒരു വിടുതൽ ലഭിക്കും. പക്ഷേ ചില നാളുകൾ, ചില മാസങ്ങൾ, ചില വർഷങ്ങൾ കഴിയുമ്പോൾ നാം തന്നെ പറഞ്ഞു തുടങ്ങും, ഇത് എന്റെ ജീവിതത്തിനകത്തുള്ളതാ, ഇത് എനിക്ക് ദൈവം വച്ചിരിക്കുന്നതാ, ഇത് ഇങ്ങനെ തന്നെ ഇനി കഴിഞ്ഞു പോകും. നാം തന്നെ അതിനകത്ത് അഡ്ജസ്റ്റ്മെന്റ് പോലെ അതിനകത്ത് ഒതുങ്ങുവാൻ നോക്കുന്ന ചില മേഖലകളുണ്ട്. പക്ഷെ ഇന്ന് പ്രഭാതത്തിൽ പരിശുദ്ധാത്മാ ഞാൻ വിളിച്ചു പറയട്ടെ, അതേ ചില കൂലികളും കൊണ്ട് നടക്കുവാനല്ല, ചില ഭാരങ്ങളും ചുമന്നുകൊണ്ട്, ചില രോഗ ആത്മാവിനെ കൊണ്ട് നടക്കുവാനല്ല കർത്താവ് നിന്നെ വിളിച്ചത്. അതേ നിന്നെ വിടുവിപ്പാൻ കഴിയുന്ന, നിന്നെ നിവർത്തുവാൻ കഴിയുന്ന, നിന്റെ മേൽ അലട്ടുന്ന രോഗാത്മാവിനെ ഒരു നിമിഷ നേരം കൊണ്ട് പൊട്ടിച്ചു കളയുവാൻ കഴിയുന്ന അതേ സർവശക്തനായിരിക്കുന്ന ദൈവത്തിന്റെ കര ഈ പ്രഭാതത്തിൽ നിങ്ങളുടെ മേൽ വെളിപ്പെടുകയാണ്. ഇവിടെ വചനത്തിൽ കാണുവാൻ സാധിക്കുന്നു, യേശു അവളെ കണ്ട് അടുക്കെ വിളിച്ചു, സ്ത്രീയെ നിന്റെ രോഗബന്ധനം അഴിഞ്ഞിരിക്കുന്നു എന്ന് പറഞ്ഞ് അവിടെ മേൽ കൈവച്ച്. സ്തോത്രം. അവളെ കുനിപ്പിച്ച് കളഞ്ഞത് സ്തോത്രം രോഗശക്തിയല്ല, രോഗാത്മാവാണ്. സ്തോത്ര. ഹല്ലേലൂയ. അതേ രോഗശക്തിയും രോഗാത്മാവുണ്ട്. രോഗാത്മാ പിശാച് കൊണ്ടുവരുന്നതാ. അതെ, അപ്പോൾ പിശാചിനാൽ അവർക്ക് രോഗാത്മാവ് കൊണ്ടിട്ട് കാരണം എന്താ? രോഗമെന്ന് തോന്നുന്നു, ഡോക്ടർമാർ നോക്കുന്നു, കാണാനായിട്ടില്ല, പക്ഷെ ഇവർക്ക് നിവരുവാൻ കഴിയുന്നില്ല. അതാണല്ലോ പലപ്പോഴും. ഹല്ലേലൂയ. പലയിടത്തും മാറി മാറി ടെസ്റ്റ് ചെയ്യാൻ കടന്നു പോകുന്നുണ്ട്. അയ്യോ, ഡോക്ടർമാർ പറയുന്നു ഒരു രോഗവുമില്ല, പക്ഷെ എന്തെന്നറിയത്തില്ല. അതെ, ചില വിടുതലുകൾ അനുഭവിക്കാൻ കഴിയാതെ ശാരീരികമായി ഹല്ലേലൂയ ശത്രു ബന്ധിച്ചു വച്ചിരിക്കുന്നതിനെ അറുപ്പാൻ കഴിയുന്ന അതേ സർവശക്തനായ ദൈവത്തിന്റെ കരം നിന്റെ മേൽ ചലിക്കുന്ന പ്രഭാതമത്രേ. സ്തോത്ര. അവിടെ വചനത്തിൽ വ്യക്തമായി പറയുന്നു, നിന്റെ രോഗബന്ധനം അഴിഞ്ഞിരിക്കുന്നു. ഹല്ലേലൂയ. അഴിച്ചിരിക്കുന്നു. ഹല്ലേലൂയ. അതേ, നിന്നെ അലട്ടുന്ന രോഗബന്ധനത്തെ അഴിപ്പാൻ കഴിയുന്ന നസ്രയനായ യേശു ക്രിസ്തുവിന്റെ ഹല്ലേലൂയ ദൈവപ്രവൃത്തി ഈ പ്രഭാതത്തിൽ നിങ്ങളുടെ മേൽ ചലിക്കുക. വർഷങ്ങളായി കാണുമായിരിക്കാം. അതേ സ്തോത്രം, ഇങ്ങനൊരു ലക്ഷണമുണ്ട്, ഇങ്ങനൊരു ക്ഷീണമുണ്ട്, പക്ഷെ പറയത്തക്ക രീതിയിൽ ഒരു രോഗവും കാണാല്ല. പക്ഷേ നിന്നെ ഒതുക്കി വച്ച് കളയുന്ന, അതേ നിന്നെ കിടത്തി കളയുന്ന ചില രോഗാത്മ ശക്തികളെ ഈ പ്രഭാതത്തിൽ പരിശുദ്ധാത്മാവ് അടിച്ചിരിക്കുന്നു. ഹല്ലേലൂയ. അങ്ങനെ തന്നെ വചനത്തെ വിശ്വസിക്കുക. ഹല്ലേലൂയ. അവിടെ വചനത്തിൽ കാണുന്നു എന്ന് പറഞ്ഞ് അവളുടെ മേൽ കൈവച്ചു. ഹല്ലേലൂയ. ബന്ധനങ്ങളെ അഴിപ്പാൻ കഴിയുന്ന കർത്താവിന്റെ കര പ്രിയ ദൈവ പൈതലെ നിന്റെ മേൽ വച്ച് കഴിയുമ്പോ നീ ഏത് അവസ്ഥയിലാണ് ബന്ധിക്കപ്പെട്ടിരിക്കുന്നത്. ചിലപ്പോൾ രോഗമായിരിക്കാം, ചിലപ്പോൾ സാമ്പത്തികമായ ബുദ്ധിമുട്ടായിരിക്കാം, ചിലപ്പോൾ കുടുംബജീവിതത്തിന്റെ പ്രശ്നങ്ങളായിരിക്കാം, ചിലപ്പോൾ ജോലി മേഖലയിലുള്ള പ്രതികൂലങ്ങളായിക്കൊള്ളട്ടെ. എന്ത് തന്നെ അതിനെ അഴിപ്പാൻ അധികാരമുള്ളവൻ അഴിച്ചിട്ട് നിന്റെ മേൽ കരം വയ്ക്കുവാനായിട്ട് ഇടയായി തീരുമ്പോ നിന്നെ കുനിച്ചു കളഞ്ഞ വിഷയത്തിനകത്തുനിന്ന് നീ ക്ഷണത്തിൽ നിവർന്നു നിൽക്കും. ഹല്ലേലൂയ. യേശു ക്രിസ്തുവിന്റെ അധികാരമുള്ള നാമത്തിൽ അങ്ങനെ ഒരു ദൈവപ്രവൃത്തി നിന്റെ ജീവിതത്തിനകത്ത് വെളിപ്പെടാൻ പോകുക. പ്രിയ മക്കളെ, സ്തോത്രം. നമുക്ക് വിശ്വസിക്കാൻ പാടായിരിക്കാം. ഹല്ലേലൂയ. കാരണം വർഷങ്ങളായിട്ട് മെഡിസിൻ എടുക്കുന്ന അനുഭവങ്ങൾ കാണുമായിരിക്കാം, വർഷങ്ങളായിട്ട് നമ്മൾ ചിലതൊക്കെ ചെയ്യുന്നുണ്ടായിരിക്കാം, അതിനകത്തൊന്നൊരു വിടുതലായിട്ട്. പക്ഷേ വർഷങ്ങളായി നടക്കാത്ത ചില വിടുതലുകൾ, വർഷങ്ങളായിട്ട് നടക്കാത്ത ചില വിടുതലുകൾ യേശുവിന്റെ നാമത്തിൽ ക്ഷണത്തിൽ നടക്കും. ഹല്ലേലൂയ. മറ്റൊരു ഭാഗത്തിലേക്ക് വേഗത്തിൽ കടന്നു വരുമ്പോൾ അവിടെ കാണുവാൻ സാധിക്കുന്നുണ്ട്. മർക്കോസിന്റെ സുവിശേഷത്തെ നമുക്ക് കാണുവാൻ സാധിക്കുന്നു. 12 സംവത്സരമായിട്ട് രക്തസ്രാവത്താൽ ഭാരപ്പെടുന്ന ഒരു സ്ത്രീ. ഹല്ലേലൂയ. അവൾക്കുള്ളതെല്ലാം അവൾ വിറ്റയച്ചു, അവൾക്കുള്ളതെല്ലാം അവൾ ചെലവാക്കി, ഏറിയ ഡോക്ടർമാർ അടുക്കളയ്ക്ക് കടന്നു, ഏറിയ ഒന്ന് സഹിച്ചു എന്ന് തിരുവചനത്തിൽ കാണുവാൻ സാധിക്കുന്നു. അവളും ഒത്തിരി വേദന അനുഭവിച്ചു കടന്നു പോകുന്ന ഒരു സാഹചര്യം കാണുവാൻ സാധിക്കുന്നു. എന്നാൽ അവിടെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട് 29 വാക്യത്തിൽ, മാർക്കോസ് 5:29 കാണുന്നു, ക്ഷണത്തിൽ അവളുടെ രക്തസ്രാവം നിന്നു എന്ന് അവിടെ വചനത്തിൽ കാണുന്നു. പ്രിയതേ മക്കളെ, അവിടെ നമുക്ക് കാണുവാൻ സാധിക്കുന്നു, നാളുകളായി 12 വർഷമായിട്ട് അവിടെ ആരോഗ്യത്തെ നഷ്ടപ്പെടുത്തി, അവളെ സമ്പത്തിനെ നഷ്ടപ്പെടുത്തി, അവൾക്ക് സമൂഹത്തിൽ ഒന്ന് ഇറങ്ങുവാൻ പോലും കഴിയാത്തവണ അവളെ രോഗിയാക്കി കിടത്തിക്കളഞ്ഞ അനുഭവങ്ങൾ. സ്തോത്രം. ഹല്ലേലൂയ. പക്ഷെ ദൈവത്തിന്റെ ശക്തി ക്ഷണത്തിൽ ഹല്ലേലൂയ അവിടെ മേൽ ചലിക്കുവാനായിട്ട് ഇടയായി തീർന്നപ്പോ ആ 12 വർഷത്തിന്റെ രോഗാത്മ ശക്തികൾ ഹല്ലേലൂയ
ക്ഷണത്തിൽ അവിടെ ശരീരം വിട്ട് മാറി അവൾ സൗഖ്യം പ്രാപിച്ചു എന്ന് അവിടെ ശരീരത്തിൽ തിരിച്ചറിഞ്ഞു. പല ഡോക്ടർമാരുടെ അടുക്കൽ കടന്നുപോയി, പല മെഡിസിൻ അവൾ ഉപയോഗിച്ചിട്ട് അവളുടെ ശരീരത്തിൽ തിരിച്ചറിയാൻ പറ്റാത്ത രീതിയിൽ അതേ അവള് രോഗത്താൽ വീണ്ടും അധീനപ്പെട്ടുകൊണ്ട് പോകുമ്പോ അതേ ഇവിടെ കാണുവാനായിട്ട് സാധിക്കുന്നു. കർത്താവിന്റെ ശക്തി അവിടെ മേൽ വെളിപ്പെടുവാനായിട്ട് ഇടയായി തീർന്നപ്പോ അതേ അവൾ എഴുന്നേൽക്കുവാനായിട്ട് ഇടയായി തീർന്നു. അവിടെ ശരീരത്തിൽ രോഗശക്തികൾ മാറുവാനായിട്ട് ഇടയായി തീർന്നു. അതേ പ്രിയ ദൈവമക്കളെ, ഈ പ്രഭാതത്തിൽ ദൈവപ്രവൃത്തി നമ്മുടെ ജീവിതത്തിനകത്ത് വെളിപ്പെടാം. നിന്നെ അലട്ടിക്കൊണ്ടിരുന്ന വർഷങ്ങളായി തന്നെ നിന്നെ അലട്ടിക്കൊണ്ടിരുന്ന എന്ത് തന്നെ ഭാരപ്പെടുത്തുന്ന വിഷയമായിക്കൊള്ളട്ടെ, യേശു ക്രിസ്തുവിന്റെ അധികാരമുള്ള നാമത്തിൽ ക്ഷണത്തിൽ ദൈവപ്രവൃത്തി വെളിപ്പെടുമെന്ന് വിശ്വസിക്കുക. ഹല്ലേലൂയ. ഇവിടെ കാണുവാൻ സാധിക്കുന്നു, അവളൊരു വിശ്വാസമായിരുന്നു. യേശുവിന്റെ വസ്ത്രത്തിൽ തൊട്ട് കഴിഞ്ഞാൽ അവൾക്ക് സൗഖ്യം ലഭിക്കുമെന്നോ അവൾ ഓടിച്ചെന്ന് കർത്താവിന്റെ വസ്ത്രത്തിന്റെ തൊങ്ങൽ അവൾ തൊട്ടു. അവിടെ വചനത്തിൽ കാണുന്നു ക്ഷണത്തിൽ. ഹല്ലേലൂയ. നമുക്കറിയാം, ഒരു മെഡിസിൻ എടുത്തു കഴിഞ്ഞാൽ 24 മണിക്കൂർ ഡോക്ടർമാർ പറയും. പക്ഷേ യേശുവിൽ നിന്ന് ശക്തി പുറപ്പെട്ട ഇതാ ഈ ലോകത്തിലെ മെഡിസിന്റെ ശക്തിയും കർത്താവിന്റെ ശക്തിയും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത്. സ്തോത്രം. ഹല്ലേലൂയ. കർത്താവ് നിന്ന് ശക്തി പുറപ്പെട്ട് കഴിഞ്ഞാൽ പ്രിയ ദൈവപൈതലേ, നിന്റെ ജീവിതത്തിനകത്ത് പിന്നെ ആ രോഗം ഉണ്ടാകുകയല്ല. ക്ഷണത്തിൽ യേശുവിന്റെ നാമത്തിൽ ഹല്ലേലൂയ നിന്റെ ഉച്ചന്തല മുതൽ ഉള്ളം കാലുവരെ ഹല്ലേലൂയ ആ ശക്തി നൊടി നേരത്തേക്കുള്ളിൽ വ്യാപരിക്കുവാനായിട്ടിടയെത്തിയും. സ്തോത്രം. അത് ബ്ലഡിലായിക്കൊള്ളട്ടെ, തലയിലാക്കട്ടെ, കാലുകളിലാക്കട്ടെ, എവിടെയാണ് ചലിക്കേണ്ടത് സ്തോത്രം അവിടേക്ക് വ്യാപരിക്കുവാനായിട്ട് ഇടയായിത്തീരും. അതേ വെള്ളത്തിനെ പരിവർത്തിച്ച പരിശുദ്ധാത്മാവിന്റെ ശക്തി ഈ പകൽക്കാലം ഹല്ലേലൂയ ചില വിഷയത്തിനകത്ത് നാളുകളായി നീ ഭാരപ്പെടുന്ന ആ വിഷയത്തിനകത്തേക്ക് ഈ പ്രഭാതത്തിൽ ദൈവം ചലിപ്പിക്കുക. സ്തോത്രം. ഹല്ലേലൂയ. ഇനി ഒരു വിടുതലില്ല എന്ന് പറഞ്ഞ് നീ ഭാരപ്പെടുമ്പോ ഈ വിഷയത്തിനകത്ത് ഇനി ഒരു സ്തോത്രം ഒരു അത്ഭുതമില്ല, ഇല്ലെങ്കിൽ ഇതിനകത്തിന് ഒരു മറുപടി ഇല്ല എന്ന് പറഞ്ഞ് ഭാരപ്പെടുമ്പോ ഈ പ്രഭാതത്തിൽ ഞാൻ പറയട്ടെ, ക്ഷണത്തിൽ ഒരു ദൈവപ്രവൃത്തി വെളിപ്പെടുമെന്ന് വിശ്വസിക്കാമോ? സ്തോത്രം. ഹല്ലേലൂയ. ഒരു ദൈവത്തിന്റെ പ്രവൃത്തി നിന്റെ ജീവിതത്തിനകത്ത് വെളിപ്പെട്ടു വരുവാനായിട്ട് ഇടയായി തീരും. സ്തോത്രം. ഹല്ലേലൂയ. കർത്താവിന്റെ ശക്തി നിന്റെ മേൽ പുറപ്പെട്ടു കഴിഞ്ഞാൽ അത് ക്ഷണത്തിലുള്ളതായിരിക്കും വിടുതൽ. സ്തോത്രം. ഹല്ലേലൂയ. അടുത്ത് നമുക്കൊന്ന് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. യോഹന്നാൻ 5-ാം അധ്യായത്തിലേക്ക് കടന്നു വരുമ്പോ അവിടെ നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട്. അതിന്റെ 9-ാം വാക്യത്തിൽ കാണുന്നു, ഉടനെ ആ മനുഷ്യൻ സൗഖ്യമായി കിടക്കെടുത്തു നടന്നു. സ്തോത്രം. ഇവിടെ നടക്കുന്ന വിടുതൽ ക്ഷണത്തിലാ. ഹല്ലേലൂയ. ആ മനുഷ്യന് പറയാനായിട്ട് ഉണ്ട് എന്ത് ചെയ്യുന്ന. സ്തോത്രം. ഹല്ലേലൂയ. 38 വർഷമായി കുളക്കരെ കിടക്കിയ. സ്തോത്രം. ഹല്ലേലൂയ. പക്ഷെ കർത്താവിന്റെ വിടുതൽ നടന്നപ്പോ നമുക്ക് കാണുവാൻ സാധിക്കുന്നു, ഉടനെ മാസങ്ങളെടുത്ത് ആ മനുഷ്യൻ നടന്നു, കിടക്കയെടുത്ത് നടന്നു എന്നല്ല വചനത്തിൽ കാണുന്നത്. ഉടനെ കിടക്കയെടുത്തു നടന്നു എന്ന് തിരുവചനത്തിൽ കാണുവാൻ സാധിക്കുന്നു. 38 വർഷത്തെ പഴക്കമുള്ള രോഗത്തെ ദൈവം ഒറ്റ നിമിഷം കൊണ്ട് വിടുവിച്ച് ആ മനുഷ്യനെ കിടക്കയെടുത്ത് നടക്കുവാനായിട്ട് ഉടനെ ഇടയാക്കി തീർത്തുവെങ്കിൽ ഈ പ്രഭാതത്തിൽ ഞാൻ പറയട്ടെ, 18 വർഷമായിക്കൊള്ളട്ടെ, 38 വർഷമാക്കട്ടെ, 12 സംവത്സരമായത് ആയിക്കൊള്ളട്ടെ, നീ ചുമന്നുകൊണ്ട് നടക്കുന്ന ചിലതിനെ ഈ പ്രഭാതത്തിൽ ദൈവം അതിനകത്തൊന്നൊരു വിടുതൽ. ഹല്ലേലൂയ. നീ ചിലത് ചുമന്ന് നടന്നത് മതി, നിന്നെ കുനിപ്പിച്ച വിഷയങ്ങൾ മതി, നിന്നെ കിടത്തിക്കളഞ്ഞ വിഷയങ്ങൾ മതി. ഹല്ലേലൂയ. ഉടനെ ചില വിടുതലുകൾ, ക്ഷണത്തിലുള്ള ചില വിടുതലുകൾ യേശു ക്രിസ്തുവിന്റെ അധികാരമുള്ള നാമത്തിൽ നിന്റെ ജീവിതത്തിനകത്ത് നടക്കാൻ പോകുക. സ്തോത്രം. പ്രിയ ദൈവമക്കളെ, കർത്താവിന്റെ കരം നമുക്ക് വേണ്ടി ചലിക്കും. കർത്താവിന്റെ പ്രവൃത്തി. ഹല്ലേലൂയ. ഈ പകൽക്കാലം നിനക്ക് വേണ്ടി നീട്ടുന്ന പകൽക്കാലം എത്ര. സ്തോത്രം. യോഹന്നാൻ എഴുതിയ സുവിശേഷത്തിൽ കാണുവാൻ സാധിക്കുന്നു, കാനാവിലെ കല്യാണ വീട്ടിൽ അതേ സ്തോത്രം പച്ചവെള്ളം വീഞ്ഞാക്കുന്നത് മണിക്കൂറുകൾ എടുത്തുകൊണ്ടല്ല അവിടെ പച്ചവെള്ളം വീഞ്ഞാക്കുന്നത്. വിരുന്നുവായി അറിയുവാൻ, വിരുന്നുവായിയുടെ ഇടയിൽ ഒരു സംസാരത്തിന് അവസരം കൊടുക്കാതെ വേണം ക്ഷണത്തിൽ അവിടെ വെള്ളത്തെ വീഞ്ഞാക്കിക്കൊണ്ട് കർത്താവ് ആ വിഷയത്തെ സോൾവ് ചെയ്തു
വരുന്നുവെങ്കിൽ നിന്റെ വിഷയത്തിനകത്ത്, നിന്റെ ജീവിതത്തിനകത്ത് തല പൊങ്ങി വരുന്ന വിഷയത്തെ മറ്റുള്ളവരുടെ മുമ്പാകെ ഒരു ചർച്ചയാക്കി വിടുവാൻ ഇടയാക്കാതെ ക്ഷണത്തിൽ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ചില ദൈവപ്രവർത്തികൾ നിന്റെ ജീവിതത്തിനകത്ത് വെളിപ്പെടാൻ പോക്കിയ അതേ സ്തോത്രം. വെള്ളം വീഞ്ഞ് അവിടെ ഉണ്ടാക്കണമെങ്കിൽ സമയങ്ങൾ എടുക്കും, വിരുന്നുവാടികൾ അറിയും, അവിടെ ഒരു ചർച്ചയായി തീരാം. പക്ഷെ നിന്റെ വിഷയത്തെ രഹസ്യമായി കൈകാര്യം ചെയ്യുന്ന ഒരു കർത്താവുണ്ട്. നിന്റെ വിഷയത്തെ മറ്റുള്ളവരുടെ മുമ്പാകെ എടുത്തുകൊണ്ട് നടക്കുവാൻ ഇട്ടുകൊടുക്കാതെ പ്രശ്നത്തെ പരിഹരിക്കുന്ന ഒരു സർവശക്തനായ ദൈവമുണ്ട്. ഹല്ലേലൂയ. അങ്ങനെ ഈ പ്രഭാതത്തിൽ വിശ്വസിക്കാമോ? ക്ഷണത്തിൽ ഒരു ദൈവപ്രവൃത്തി നിന്റെ ജീവിതത്തിൽ വെളിപ്പെടുമെന്ന് പറയാൻ കാണുമായിരിക്കാം. അതേ വർഷങ്ങളുടെ പഴക്കം ഉണ്ട് എന്ന് പറയാൻ കാണുമായിരിക്കാം. ഇവിടെ തിരുവചനത്തിൽ കാണുന്നു, അവൾ ക്ഷണത്തിൽ നിവർന്നു നിന്നു, ദൈവത്തെ മഹത്വപ്പെടുത്തി. ഉടനെ ആ മനുഷ്യൻ സൗഖ്യമായി കിടക്കയെടുത്തു നടന്നു. ക്ഷണത്തിൽ അവളുടെ രക്തസ്രാവം നിന്നു. ഇവിടെയെല്ലാം നമുക്ക് കാണുവാൻ സാധിക്കുന്നു ക്ഷണത്തിലുള്ള വിടുതലുകൾ. ക്ഷണത്തിൽ നിവർന്നു നിന്നു ദൈവത്തെ മഹത്വപ്പെടുത്തി. ക്ഷണത്തിൽ അവൻ കിടക്കയെടുത്തു നടന്നു. ഹല്ലേലൂയ. ഉടനെ ആ മനുഷ്യൻ സൗഖ്യമായി കിടക്കയെടുത്തു നടന്നു. ക്ഷണത്തിൽ അവളുടെ രക്തസ്രാവം നിന്നു. അതേ സ്തോത്രം ഞാൻ ലാസ്റ്റിൽ പറഞ്ഞത്, കാനാവിലെ കല്യാണ വീട്ടെ ക്ഷണത്തിൽ വെള്ളം വീഞ്ഞായി തീർന്നു. ഹല്ലേലൂയ. കാരണം എന്താ? സ്തോത്രം. വിരുന്നുവാഴികൾ അറിഞ്ഞില്ല. സ്തോത്രം. അവിടെ തീർന്നു പോയി, വീഞ്ഞ് തീർന്നു പോയി എന്ന്. സ്തോത്രം. അങ്ങനെ പ്രിയ ദൈവ പൈതലേ, നിന്റെ വിഷയത്തിനകത്ത് ക്ഷണത്തിൽ വിടുതലുകൾ സംഭവിക്കും. നീ ഭാരപ്പെടുന്നില്ലേ? ചില വിഷയങ്ങൾ ലോകം അറിയുമോ, മറ്റുള്ളവരെ എടുത്തുകൊണ്ട് നടക്കുമോ എന്ന് നീ ഭാരപ്പെടുന്ന ചില വിഷയത്തിനകത്ത് അതേ മറ്റൊരാൾ അറിയുവാൻ ഇടയാക്കാതവണ, നിന്റെ വിഷയത്തെ പരസ്യമാക്കി തീർക്കാതവണ ക്ഷണത്തിൽ യേശു ക്രിസ്തുവിന്റെ അധികാരമുള്ള നാമത്തിൽ ശത്രു നിന്റെ ജീവിതത്തിനകത്ത് തിന്മയ്ക്കായി കൊണ്ടുവന്നതിനെ നന്മയാക്കി തീർക്കുന്ന സർവശക്തനായ ദൈവത്തിന്റെ കര ഈ പ്രഭാതത്തിൽ ചലിക്കാൻ പോകിയ. നീ ക്ഷണത്തിൽ ദൈവപ്രവൃത്തി കാണ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ. അങ്ങനെ തന്നെ ചില വ്യക്തികൾക്ക് വേണ്ടി, കുടുംബങ്ങൾക്ക് വേണ്ടി ഈ പ്രഭാതത്തിൽ പരിശുദ്ധാത്മാ ചെയ്യാൻ പോകിയ. ഹല്ലേലൂയ. നാളുകളായി നീ ഭാരപ്പെടുന്ന വിഷയങ്ങൾ കാണുമായിരിക്കാം. ഇനി ഒരു വിടുതലില്ല എന്ന് പറഞ്ഞ് നീ ഒതുങ്ങിപ്പോകുവാൻ നോക്കുമ്പോ ഈ പ്രഭാതത്തിൽ ഞാൻ പറയട്ടെ, സ്തോത്രം, ചരിത്രങ്ങൾ നിൽക്കുമ്പോ അതേ ചരിത്രം വീണ്ടും പറഞ്ഞുകൊണ്ടിരിക്കുവാനല്ല, നിന്റെ സൗഖ്യം ക്ഷണത്തിൽ. ഹല്ലേലൂയ. നിങ്ങളുടെ വിടുതൽ ക്ഷണത്തിൽ യേശുവിന്റെ നാമത്തിൽ. അങ്ങനെ പ്രിയ ദൈവമക്കളെ, ഈ പ്രഭാതത്തെ വിശ്വസിക്കുക. നാളുകളായി നീ ഭാരപ്പെടുന്ന വിഷയത്തിനകത്ത് ക്ഷണത്തിൽ ദൈവപ്രവൃത്തി വെളിപ്പെടും. ആ ക്ഷണത്തിൽ ദൈവപ്രവൃത്തി വെളിപ്പെട്ടുകൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുവാനായിട്ടിടയെ തീരും. ഞാൻ പറഞ്ഞല്ലോ, സ്തോത്രം. ഹല്ലേലൂയ. അതിനർത്ഥം പുസ്തകത്തിൽ കാണുവാൻ സാധിക്കുന്നു, ദൈവം അവർക്ക് ഒരുക്കി കൊടുത്തതിനാ കാര്യം ക്ഷണത്തിലല്ലോ നടന്നത്. അതേ ദൈവം നിനക്ക് വേണ്ടി ഒരുക്കി വെച്ചിരിക്കുന്ന ചില വിടുതലുകൾ, അതേ ദൈവം നിനക്കായി ഒരുക്കി വെച്ചിരിക്കുന്ന ചില കരുതലുകൾ, ദൈവം നിനക്കായി ഒരുക്കി വെച്ചിരിക്കുന്ന ചില സൗഖ്യങ്ങൾ. ഹല്ലേലൂയ. യേശുവിന്റെ നാമത്തെ ക്ഷണത്തിൽ നിന്റെ ജീവിതത്തിനകത്ത് വെളിപ്പെടും. അതേ ദൈവം ഒരുക്കിയതിനാ. അതേ ആർക്കും അതിനെ തടയുവാൻ കഴിയത്തില്ല. സ്തോത്രം. കാലതാമസം വയ്ക്കുവാനായിട്ട് ഇടയാകത്തില്ല. ദൈവം നിന്റെ മേൽ വച്ചിരിക്കുന്ന വിടുതന്റെ ടൈമിൽ, ആ ഒരുക്കി വച്ചിരിക്കുന്ന ഒരു ടൈമുണ്ട് യേശുവിന്റെ നാമത്തിൽ. ആ സമയത്തിനകത്ത് നിന്റെ ജീവിതത്തിനകത്ത് വിടുതൽ നടക്കും. കാരണം എന്താ? ദൈവം ഒരുക്കി വച്ചിരിക്കുന്ന പ്രിയ ദൈവ പൈതലേ, നിന്റെ ജീവിതത്തിൽ എപ്പോൾ വിടുതൽ വേണം, എപ്പോൾ സൗഖ്യം വേണമെന്ന് എന്റെ ദൈവം തമ്മിൽ ഒരു ടൈം വച്ചിട്ടുണ്ട്. ആ ടൈം ആയിക്കഴിഞ്ഞാൽ സ്തോത്ര, പിന്നെ ഒരു ശക്തിക്കും നിന്നെ കുനിക്കുവാനായിട്ട് കഴിയില്ല, നിന്നെ കിടത്തിക്കളയുവാൻ കഴിയില്ല, നിന്നെ പരവശയാക്കി തീർക്കുവാനായിട്ട് കഴിയില്ല. നീ ലോകത്തിന്റെ മുമ്പാകെ ഒരു അപമാനമായി തീരുവാൻ അനുവദിക്കത്തില്ല. സ്തോത്ര. ഉടനെ വിടുതലുകൾ യേശുവിന്റെ നാമത്തിൽ. ഹല്ലേലൂയ. പറയുന്നില്ലേ, ഞാൻ ഇത്ര വർഷമായി അനുഭവിക്കുന്നുണ്ട്, ഇനി എവിടെ ഒരു വിടുതൽ, ഇനി എവിടെ ഒന്ന് നടക്കുവാനാട്ടാ. നാളുകളായി ഞാൻ ഭാരപ്പെടുന്നല്ലോ, വർഷങ്ങൾ ഇത്രയായല്ലോ. ഹല്ലേലൂയ. ചില വർഷങ്ങളുടെ കണക്കുകളെ പരിശുദ്ധാത്മാവിന്ന് അറുത്ത് കളയുക. സ്തോത്രം. ഹല്ലേലൂയ. യേശുവിന്റെ നാമത്തിൽ ചില വർഷങ്ങൾ പറഞ്ഞ് വർഷങ്ങളുടെ പഴക്കങ്ങൾ പറഞ്ഞ് നിന്റെ മനസ്സിനെ വേദനിപ്പിച്ചു കൊണ്ടിരിക്കുന്ന ചില വിഷയത്തിനകത്ത് എന്റെ സ്വർഗത്തിലെ ദൈവത്തിന്റെ കര അതേ ആകാശത്തെ മേലും ഭൂമിയെ മേലും അത്ഭുതങ്ങളും അടയാളങ്ങളും ചെയ്ത, മരിച്ചതിനെ ഉയർപ്പിക്കുകയും ഇല്ലാത്തതിനെ ഉള്ളതിനെ പോലെ വിളിച്ചു വരുത്തിയ സർവശക്തനായ ദൈവത്തിന്റെ കര യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ നിങ്ങളുടെ വിഷയത്തിന് മേൽ ചലിക്കുക. സ്തോത്ര. അത് ദൈവ പ്രവൃത്തിയായി വെളിപ്പെടാൻ പോക്കിയ. സ്തോത്രം.
ഹല്ലേലൂയ. രക്തത്താൽ ജയമെടുക്കുന്നു. ഈ പ്രഭാതത്തിൽ വിശ്വസിക്കാം, ഒരു ദൈവ പ്രവൃത്തി നിങ്ങളുടെ ജീവിതത്തിനകത്ത് വെളിപ്പെടും. ഹല്ലേലൂയ. അതേ സ്തോത്രം. ക്ഷീണിച്ചിരിക്കേണ്ട, തളർന്നിരിക്കേണ്ട സ്തോത്രം. നിങ്ങളുടെ തലയെ നിവർത്തി നിർത്തുന്ന ദൈവത്തിന്റെ കര, നിങ്ങളെ കുനിപ്പിച്ച് കളഞ്ഞ വിഷയത്തിനകത്ത്, നിങ്ങളെ നിന്ദിപ്പിക്കും പരിഹസ വിഷയമാക്കി തീർക്കുമെന്ന് പറയുന്ന ആ വിഷയത്തിനകത്തെ സ്തോത്രം ക്ഷണത്തിൽ ഹല്ലേലൂയ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ചില നിന്ദിക്കപ്പെടേണ്ട വിഷയങ്ങളെ ദൈവം തമ്പുരാൻ ഈ പ്രഭാതത്തിൽ കൈകാര്യം ചെയ്യാൻ പോക്കിയ സ്തോത്രം. ഹല്ലേലൂയ. പ്രിയ ദൈവമക്കളെ സ്തോത്രം. വർഷങ്ങളായി നീ ഭാരപ്പെടുന്നുണ്ടായിരിക്കും ഒരു ജോലി ഇല്ലാതെ. അത് ചില ഇന്റർവ്യൂകൾ കഴിഞ്ഞിട്ട് നീ ഭാരപ്പെടുന്നുണ്ടായിരിക്കും. ഹല്ലേലൂയ. പക്ഷെ ഞാൻ പറയട്ടെ, വർഷങ്ങളായി നീ കൊണ്ടു നടന്ന ചില സർട്ടിഫിക്കറ്റുകൾക്ക് വാല്യൂ വരാൻ പോക്കിയ സ്തോത്രം. ഹല്ലേലൂയ. പ്രിയ ദൈവത്തിലെ ഈ പ്രഭാതത്തിൽ വിശ്വസിക്കുക സ്തോത്രം. ഹല്ലേലൂയ. നിന്റെ കയ്യിലിരുന്ന സർട്ടിഫിക്കറ്റിന് ഒരു വാല്യൂം ഇല്ല എന്ന് പറയുമ്പോ ഈ പ്രഭാതത്തിൽ ഞാൻ വിളിച്ചു പറയട്ടെ, ചില സർട്ടിഫിക്കറ്റുകൾക്ക് വാല്യൂ കൊടുത്തുകൊണ്ട് പരിശുദ്ധാത്മാവ് ചിലർക്ക് വേണ്ടി ദൈവം ചില വഴികൾ തുറക്കാൻ പോക്കിയ ദൈവം അവർക്ക് ചെയ്തു കൊടുത്തു. ഇതിവിടെ വചനത്തിൽ കാണുവാൻ സാധിക്കുന്നു. മുമ്പുള്ളവയെ ഓർക്കേണ്ട, പണ്ടുള്ളവയെ നിരൂപിക്കേണ്ട, ഇതാ ഞാൻ പുതിയതൊന്ന് ചെയ്യും, അത് നിനക്കറിയില്ലയോ, ഇപ്പോൾ ഉത്ഭവിക്കും. ഹല്ലേലൂയ. ക്ഷണത്തിൽ ചില ഉത്ഭവങ്ങൾ, അതേ മരുഭൂമിയുടെ അനുഭവത്തിനകത്ത് വഴി തുറക്കുന്ന, നിർജ്ജന പ്രദേശത്ത് പെരുവഴികളെ ഉണ്ടാക്കുന്ന സർവശക്തനായിരിക്കുന്ന ദൈവത്തിന്റെ പ്രവൃത്തി ക്ഷണത്തിൽ പ്രിയ കുഞ്ഞെ നിന്റെ ജീവിതത്തിനകത്ത് വെളിപ്പെടാൻ പോക്കിയ നിന്റെ മാറയുടെ അനുഭവത്തെ ദൈവം തമ്പുരാൻ മാറ്റാൻ പോക്കിയ. കുറെ നാളായി നീ കയ്പ് എന്റെ അനുഭവത്തിൽ കൂടി കടന്നു പോകുന്നില്ലേ? ആരുടെ മുമ്പിൽ തലനൂർന്ന് നിൽക്കുവാൻ കഴിയാത്തവണ കയ്പ് കുടിച്ചുകൊണ്ട് നടക്കുന്ന ചിലരോട് പരിശുദ്ധാത്മായി പ്രഭാതി പറയുന്നു, നിന്റെ കയ്പിന്റെ അനുഭവത്തെ മധുരമാക്കി തീർക്കുന്ന കർത്താവിന്റെ കരം. ഹല്ലേലൂയ. അതേ സ്തോത്രം ഈ പ്രഭാതത്തിൽ നിന്റെ മേൽ ചലിക്കാൻ പോക്കിയ യേശു ക്രിസ്തുവിന്റെ അധികാരമുള്ള നാമത്തിൽ ഈ പ്രഭാതത്തിൽ ആരുടെ കേമേൽ വർഷങ്ങളുടെ പഴക്കമുള്ള ചില വിഷയങ്ങളുടെ നടുവേ എന്റെ സ്വർഗത്തിലെ ദൈവത്തിന്റെ കരം ഹല്ലേലൂയ നിന്റെ കൂടാരത്തിനകത്ത് വെളിപ്പെടാൻ പോക്കിയ, നിങ്ങളുടെ അവസ്ഥകളെ ദൈവം മാറ്റാൻ പോക്കിയ, നിങ്ങളുടെ പേരുകളെ ദൈവം തമ്പുരാൻ മാറ്റിക്കൊണ്ട് നിന്റെ ദൈവത്തിന്റെ പ്രവൃത്തി യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ചലിക്കുക. ഹല്ലേലൂയ. അങ്ങനെയൊക്കെ വിശ്വസിക്കുക. നാളുകളായി നീ നീറുന്ന, നീ ചുമന്നുകൊണ്ട് നടക്കുന്ന അതേ സ്തോത്രം നിന്റെ വിഷയത്തിനകത്തെ ക്ഷണത്തിൽ ദൈവപ്രവൃത്തി വെളിപ്പെടും. നീ നിവർന്നു നിന്ന് ദൈവത്തെ മഹത്വപ്പെടുത്തത്തക്ക രീതിയിൽ എന്റെ കർത്താവിന്റെ കരം നിങ്ങൾക്ക് വേണ്ടി ചലിക്കും. ആമേ. ഒരു നിമിഷം പ്രാർത്ഥിക്കാം. പരിശുദ്ധ പിതാവേ, ശബ്ദം ശ്രവിക്കുന്നതുകൊണ്ട് ജനത്തെ ദൈവകരങ്ങൾ തരുന്നു. നാളുകളായി ഇവര് ഭാരപ്പെടുന്ന വിഷയങ്ങളുടെ നടുവിൽ ക്ഷണത്തിലുള്ള ദൈവപ്രവൃത്തി വെളിപ്പെടട്ടെ. അവൾ ക്ഷണത്തിൽ നിവർന്നു നിന്ന് ദൈവത്തെ മഹത്വപ്പെടുത്തേ. ഉടനെ അവൻ കിടക്കയെടുത്തു നടന്നു. ക്ഷണത്തിൽ അവളുടെ രക്തസ്രാവം നിന്നു. കർത്താവെ, ക്ഷണത്തിൽ വിരുന്നു വാഴി അറിയുന്നതിന് മുമ്പായിട്ട് കർത്താവെ പച്ചവെള്ളം വീഞ്ഞാക്കി തീർത്തതുപോലെ ഈ പ്രഭാതത്തിൽ കർത്താവെ ദൈവം ഇവർക്ക് ഒരുക്കി കൊടുത്തന ക്രിസ്ത്യാവും കൂടെയുള്ളവര് സന്തോഷിച്ചോ. കാര്യം ക്ഷണത്തിലല്ലോ നടന്നത്. അതേ കാര്യം ക്ഷണത്തിൽ നടന്നു എന്ന് ദേശങ്ങൾ, രാജ്യങ്ങൾ, പട്ടണങ്ങൾ അറിയത്തക്ക രീതിയിൽ യേശു ക്രിസ്തുവിന്റെ അധികാരമുള്ള നാമത്തിൽ തന്റെ ജനത്തിന്റെ മേൽ ഈ പ്രഭാതത്തെ വിടുതൽ നടക്കട്ടെ. കർത്താവേ, ഇവരെ കുനിച്ചു കളഞ്ഞ വിഷയങ്ങളുടെ നടുവിൽ, ഇവരെ കിടത്തിക്കളഞ്ഞ വിഷയങ്ങളുടെ നടുവിൽ, ഇവരെ നിന്ദിക്കുവാൻ ശത്രു കൊണ്ടുവന്ന വിഷയങ്ങളുടെ നടുവിൽ യേശു ക്രിസ്തുവിന്റെ അധികാരമുള്ള നാമത്തിൽ ഈ പ്രഭാതത്തെ ക്ഷണത്തിൽ വിടുതലുകൾ സംഭവിക്കട്ടെ. തന്റെ ജനം വിടുതലേറ്റെടുക്കട്ടെ. അങ്ങയുടെ നാമം മഹത്വമായി തീരുവാൻ സഹായിക്കുക. അങ്ങയുടെ ജനത്തെ ദൈവകരങ്ങളെ ഏൽപ്പിച്ച് പിതാവിന്റെ പുത്രന്റെ പരിശുദ്ധാത്മാവിന്റെ നാമത്തെ തന്റെ ജനത്തെ ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥനയായിട്ട് അനുഗ്രഹിക്കുന്ന സ്തോത്രം മുഴുവനോ മഹത്വം അങ്ങേക്കായി തരുന്നു. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലസ് യു.